അയോധ്യയിൽ റോഡ് ഷോയിൽ ഉള്ള പ്രധാനമന്ത്രിക്ക് അറിയാത്ത കാര്യങ്ങൾ ഒന്നുമേ അല്ല ഇത്. കാരണം കേന്ദ്ര സർക്കാരിന്റെ തലവനാണല്ലോ അദ്ദേഹം. പക്ഷേ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് രാജ്യത്തെ തള്ളിവിടുന്നത് നാശത്തിന്റെ വക്കിലേക്കാണ് എന്ന് ഉറപ്പിച്ചു പറയുകയാണ് മുൻ കേന്ദ്ര സെക്രട്ടറി. ഒരുപക്ഷെ അദ്ദേഹം ഇപ്പോഴെങ്കിലും ഇതിനെതിരെ രംഗത്ത് വന്നില്ലായിരുന്നുവെങ്കിൽ നശിച്ചു പോവുക രാജ്യത്തിന്റെ വലിയ സമ്പത്ത് തന്നെയായിരിക്കും. പൊതുസ്ഥാപനങ്ങളെ അവഗണിച്ചുകൊണ്ട് സ്വകാര്യ കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന പരിഗണനയ്ക്കെതിരെയാണ് ES ശർമ്മ എന്ന മുൻ കേന്ദ്ര സെക്രട്ടറി തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് CBI പോലെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നേരിട്ട് അന്വേഷിക്കുന്ന അവരുടെ നിരീക്ഷണത്തിൽ ഇരിക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് കേന്ദ്രം മുൻഗണന നൽകുന്നു എന്നതാണ്. അതേസമയം പൊതുസ്ഥാപനങ്ങളെ തഴയുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരവും അദ്ദേഹം പുറത്തുവിടുന്നുണ്ട്. BSL എന്ന സ്വകാര്യ കമ്പനിക്ക് ഇരുമ്പ് ഖനികൾ അനുവദിച്ചതിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്തും ശർമ്മ ക്യാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗൗബയ്ക്ക് നൽകിയിട്ടുണ്ട്. 56,000 കോടി രൂപയുടെ തിരിമറിയിൽ ED അന്വേഷണം നേരിടുന്ന ഭൂഷൺ സ്റ്റീൽ ലിമിറ്റഡ് ആണ് ഇത്തരത്തിൽ കേന്ദ്രത്തിന്റെ പ്രത്യേക പരിഗണന ലഭിക്കുന്ന കമ്പനികളിൽ ഒന്ന്. ഇപ്പോൾ ED റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതേ കമ്പനിക്ക് RBI 2017 മോശം കുടിശ്ശിക ഉള്ള സ്ഥാപനമായി കണ്ടെത്തിയിരുന്നു. ഇങ്ങനെയൊക്കെ ആയിട്ടും വളരെ മൂല്യമേറിയ 2 ഇരുമ്പയിര് ബ്ലോക്കുകളാണ് ഒഡീഷയിൽ സർക്കാർ അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നാൽ പൊതുസ്ഥാപനമായ രാഷ്ട്രീയ ഇസ്പാത് നിഗം ലിമിറ്റഡിന് ഇരുമ്പയറിന്റെ ഒരേ ഒരു ബ്ലോക്ക് അനുവദിക്കുന്നതോ അനാവശ്യമായ പിടിവാശിയാണ് അവിടെ കേന്ദ്രം കാണിക്കുന്നത്. അതുകൊണ്ട് എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ ധനകാര്യം ഈ പൊതുസ്ഥാപനത്തിന് സഹായം നൽകാത്തതിൽ ജിൻഡാൽ ഗ്രൂപ്പിൽ നിന്നും 900 കോടി രൂപയുടെ സഹായം സ്വീകരിക്കേണ്ടി വന്നു ഒരു പൊതുസ്ഥാപനത്തിന്. അതായത് ഉരുക്ക് മന്ത്രാലയം മനഃപൂർവ്വം ബോധപൂർവം RINL എന്ന പൊതുസ്ഥാപനത്തെ ദുർബലപ്പെടുത്തുകയാണ്. ഇത് ചൂണ്ടിക്കാണിക്കുകയുമാണ് മുൻ കേന്ദ്ര സെക്രട്ടറി ശർമ്മ.